നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. കോൺഗ്രസ് താന്യ മണ്ഡലം കമ്മിറ്റി ഓഫീസ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. മതിലകത്ത് മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിൽ ഒരാൾ പിടിയിൽ. വിശദമായ വാർത്തകളിലേക്ക്. പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രോത്സവത്തിന് ശിവഗിരി മഠം അധ്യക്ഷൻ സ്വാമി സച്ചിദാനന്ദ കൊടിയേറ്റി. ശ്രീനാരായണാശ്രമം സെക്രട്ടറി സ്വാമി ദിവ്യാനന്ദഗിരി, സ്വാമി ശിവനാരായണ തീർത്ഥ, സുവർണകുമാർ ശാന്തി, നിഖിൽ ശാന്തി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് PR സിദ്ധൻ, കൺവീനർ പുരുഷോത്തമൻ ചെമ്പകശ്ശേരി, വിവിധ ദേശപ്രതിനിധികൾ എന്നിവർ നേതൃത്വം നൽകി. ഫെബ്രുവരി 19 ബുധനാഴ്ചയാണ് ഉത്സവം. ശനിയാഴ്ച സാംസ്കാരിക സമ്മേളനം റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്യും. ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ അധ്യക്ഷനാകും. സിനിമാ താരം ദേവൻ മുഖ്യപ്രഭാഷണം നടത്തും. ഞായറാഴ്ച സമൂഹ പാർവതി പരമേശ്വര പൂജ, താലപ്പൊലി ഘോഷയാത്ര, വൈകിട്ട് മഹാകവി കുമാരനാശാൻ അനുസ്മരണ കാവ്യസന്ധ്യ സ്വാമി ശാരദാനന്ദ ഉദ്ഘാടനം ചെയ്യും. സ്വാമി ധർമ്മവ്രത അധ്യക്ഷനാകും. ഉത്സവ ദിവസമായ ബുധനാഴ്ച രാവിലെ പ്രതിഷ്ഠാദിന വിശേഷാൽ പൂജകൾ, ശീവേലി എഴുന്നള്ളിപ്പ്, പൂമൂടൽ എന്നിവ നടക്കും. വൈകിട്ട് 6:30 7 ദേശങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രാങ്കണത്തിൽ സംഗമിച്ച് കൂട്ടി എഴുന്നള്ളിപ്പ് നടക്കും. തങ്കപ്പന്മാരാരുടെ പഞ്ചവാദ്യവും കിഴക്കൂട്ട് അനിയന്മാരാരുടെ പാണ്ടിമേളവും പഴുവിൽ രഘുമാരാരുടെ പഞ്ചാരിമേളവും അകമ്പടിയാകും. വ്യാഴാഴ്ച രാവിലെ 6 കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. തുടർന്ന് ആറാട്ട്, ഘോഷയാത്ര, ആറാട്ട് കഞ്ഞി വിതരണം എന്നിവയോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും. അഖിലേന്ത്യാ കിസാൻ സഭ തൃശൂർ ജില്ലാ കമ്മിറ്റി പെരിങ്ങോട്ടുകരയിലെ KP പ്രഭാകരൻ സ്മാരക മന്ദിരത്തിൽ സേലം രക്തസാക്ഷി ദിനാചരണം നടത്തി. KM ദിനകരൻ ഉദ്ഘാടനം ചെയ്തു. രക്തസാക്ഷിത്വം വഹിച്ച ധീരന്മാരായിട്ടുള്ള സഖാക്കളുടെ ലക്ഷ്യം നമ്മുടെ രാജ്യത്ത് കൃഷിക്കാർക്കും കൃഷിപ്പണിയിൽ ഏർപ്പെട്ട തൊഴിലാളികൾക്കും മറ്റിതര ജനവിഭാഗങ്ങൾക്കുമെല്ലാം നമ്മുടെ രാജ്യത്ത് സുഖകരമായി പണിയെടുത്ത് അഭിമാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടിയാണ് പോരാട്ടങ്ങൾ നടന്നിട്ടുള്ളത്. പ്രത്യേകം തയ്യാറാക്കിയ സേലം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം ചേർന്ന ദിനാചരണത്തിൽ കിസാൻ സഭ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് KK രാജേന്ദ്രബാബു അധ്യക്ഷനായി. CPI നാട്ടിക മണ്ഡലം സെക്രട്ടറി CR മുരളീധരൻ, ചേർപ്പ മണ്ഡലം സെക്രട്ടറി PV അശോകൻ, MR മോഹനൻ, OC ജോസഫ്, മുൻ MLA ഗീതാ ഗോപി, കിസാൻ സഭ ജില്ലാ ജോയിന്റ് സെക്രട്ടറി MV സുരേഷ്, ട്രഷറർ KK ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ഷുഹൈബിന്റെ രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് നാട്ടിക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. നാട്ടിക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PM സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റാനിഷ് K. രാമൻ അധ്യക്ഷനായി. നിയോജക മണ്ഡലം ഉപാധ്യക്ഷൻ കിരൺ തോമസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. യൂത്ത് നേതാക്കളായ വൈഭവ് പ്രവീൺ, വരുൺ നാട്ടിക, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ഷൈൻ നാട്ടിക, പ്രവീൺ വലപ്പാട്, നാട്ടിക മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് മധു അന്തിക്കാട്ട്, സേവാദൾ ജില്ലാ സെക്രട്ടറി ഉല്ലാസ് വലപ്പാട് എന്നിവർ പ്രസംഗിച്ചു. രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിനേക്കാൾ ഉപരി ഒരു ജീവകാരുണ്യ പ്രവർത്തകനായിരുന്നു, സാംസ്കാരിക പ്രവർത്തകനായിരുന്നു. കൊല്ലപ്പെടുന്നതിന് തലേ ദിവസം വരെ രക്തം ദാനം ചെയ്തിരുന്നു. ആ ഗ്രാമത്തിലെ എല്ലാ ആളുകൾക്കും പ്രിയങ്കരനായവരാണ്. ഈ കാരണങ്ങൾ തന്നെയാണ് ആയുധമെടുത്ത് ഷുഹൈബിനെ ഇല്ലാതാക്കാൻ CPM-നെ പ്രേരിപ്പിച്ചു. വലപ്പാട് ബൊക്ക ജൂനിയേഴ്സ് അഖില കേരള സെവൻസ് ഫുട്ബോൾ മത്സരത്തിൽ ബുധനാഴ്ച നടന്ന വാശിയേറിയ മത്സരത്തിൽ ബ്ലൂ മൂൺ തൃശൂർ ഓർബിറ്റ് അബുദാബി ടീം ഓഫ് പഞ്ചവടിയെ തോൽപ്പിച്ചു.
മണമ്പുറം ഫിനാൻസ് ചീഫ് PRO സനോജ് ഹെർബർട്ട് കളിക്കാരെ പരിചയപ്പെട്ടു. ചെയർമാൻ ലാൽ കച്ചില്ലം, KK ഭരതൻ, PS ബിജോയ്, KS മണികണ്ഠൻ, KS രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തൃത്തല്ലൂർ UP സ്കൂൾ വാർഷികവും രക്ഷാകർതൃ ദിനവും തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. എന്തെല്ലാം പ്രവൃത്തി പരിചയ മേളകളിൽ ഈ ശാസ്ത്ര പുരോഗതിക്ക് വേണ്ടിയുള്ള പുരോഗമനമായിട്ടുള്ള ചിന്താഗതികൾ ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികളെ കൂടുതൽ കരുത്തുള്ളവരും അവരുടെ ബുദ്ധി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളിലൂടെ പരിശീലനത്തോടെ ഈ സമൂഹത്തിലേക്ക് അവരെയെല്ലാം കൈപിടിച്ചുയർത്താൻ നമ്മുടെ സ്ഥാപനം ഈ മാതൃകാ കലാലയം കാണിച്ചിട്ടുള്ള പ്രവർത്തനം ചെറുതല്ല. അതുകൊണ്ട് തന്നെ എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും ഈ കലാലയം ഉദിച്ച് മണപ്പുറത്ത് നിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതാണ് അധ്യക്ഷ പ്രസംഗത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിച്ചത്. ഈ തലമുറ പഴമയെ അറിയുന്നില്ല. പഴയ സംസ്കാരത്തെയും പഴയ ജീവിത രീതിയെയും നമ്മൾ മറന്നുപോവുകയാണ്. വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് മെമ്പർ KS ധനീഷ് ഉപഹാര സമർപ്പണം നടത്തി. വലപ്പാട് AEO KV അമ്പിളി ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു. ചടങ്ങിൽ മികച്ച പരിസ്ഥിതി വിദ്യാലയത്തിന് സ്റ്റേറ്റ് മെഡിസിനൽ പ്ലാൻ ബോർഡിന്റെ ക്യാഷ് അവാർഡ് ഔഷധി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ KS രജിതൻ കൈമാറി. PTA പ്രസിഡന്റ് AA ജാഫർ കല്യാണി അയ്യപ്പൻ മെമ്മോറിയൽ ഗോൾഡൻ സ്റ്റാർ അവാർഡുകൾ വിതരണം ചെയ്തു. പ്രധാനാധ്യാപിക KG റാണി, മുൻ പ്രധാനാധ്യാപകരായ K ജയവല്ലി, CP ഷീജ, ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് KS ദീപൻ, PTA വൈസ് പ്രസിഡന്റ് സനിത സുരേഷ്, മാതൃസംഗമം പ്രസിഡന്റ് രജനി KS, ഷീന, സ്റ്റാഫ് സെക്രട്ടറി ശ്രീജ മൗസമി, സ്കൂൾ ലീഡർ VS ചന്ദ്ര എന്നിവർ സംസാരിച്ചു. ഇടവേള. പെരുങ്ങോട്ടുകര കാനാടിമഠം തറവാട്ടിലെ തിറവള്ളാട്ട് മഹോത്സവം ഫെബ്രുവരി 8 മുതൽ 14 വരെ ആഘോഷിക്കും. വെള്ളിയാഴ്ച രാവിലെ 10 മഹാരൂപക്കളം ആരംഭം. ഉച്ചയ്ക്ക് രൂപക്കളത്തിൽ നൃത്തം, വൈകിട്ട് മലനായാടിക്ക് കളം എന്നിവ നടക്കും. ഈ ധന്യ ചടങ്ങുകളിൽ പങ്കെടുത്ത് വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിന് കാനാടിമഠം തറവാട് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു. ആസ്റ്റർ ഫീനിക്സ് എമർജൻസി ആൻഡ് ട്രോമ കെയർ സെന്റർ ചേറ്റുവ കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് തീരദേശത്തെ ഏറ്റവും വലുതും ആധുനിക സൗകര്യങ്ങളോടെ സജ്ജീകരിച്ച അടിയന്തര ചികിത്സാ വിഭാഗം. എമർജൻസി മെഡിസിൻ കൺസൾട്ടന്റിന്റെ സേവനം 24 മണിക്കൂറും. റോഡ് അപകടങ്ങൾ, വീടുകളിലും തൊഴിലിടങ്ങളിലും സംഭവിക്കുന്ന വീഴ്ചകൾ, കുഴഞ്ഞുവീഴൽ, തീപ്പൊള്ളൽ, മുറിവുകൾ, ഒടിവുകൾ, ചതവുകൾ, നെഞ്ചുവേദന, ശ്വാസമുട്ടൽ, ഹൃദ്രോഗ ലക്ഷണങ്ങൾ, വയറുവേദന, മൂത്രത്തടസ്സം, തളർച്ച, സോഡിയം കുറയൽ, പക്ഷാഘാത ലക്ഷണങ്ങൾ, മെഡിക്കൽ ICU, കാത്ത് ലാബ്, കാർഡിയാക് ICU, ഓർത്തോ ICU, വെന്റിലേറ്റർ, CT സ്കാൻ, എക്കോ, ECG, എക്സ്റേ, ലബോറട്ടറി. എല്ലാ ദിവസവും 24 മണിക്കൂറും ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ലേബർ റൂം കോംപ്ലക്സ് എന്നിവയുടെ പ്രവർത്തനവും ഫീനിക്സ് മെഡിസിറ്റിയിൽ ലഭ്യമാണ്. ഫോൺ 0487 229 4444 9747 215 850. വീണ്ടും വാർത്തകളിലേക്ക്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്യ മണ്ഡലം കമ്മിറ്റി ഓഫീസ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാനും വളരെ ബോധപൂർവം ആസൂത്രിതമായ നീക്കം രാജ്യത്തെ വർഗീയവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിൽ നിന്ന് നമുക്ക് ഇന്ത്യയെ മോചിപ്പിക്കണം, നമ്മുടെ പ്രസ്ഥാനത്തെയും മോചിപ്പിക്കണം. ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന BJPയും കേരളം ഭരിക്കുന്ന ഇടതുപക്ഷവും ഒരേ തൂവൽ പക്ഷികളെ പോലെ കേരളത്തിലും ഇന്ത്യയിലും പ്രവർത്തിക്കുന്നു. രണ്ടുപേരുടെയും ലക്ഷ്യം കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടുപേരുടെയും ലക്ഷ്യം കോൺഗ്രസ് തകരുക എന്നുള്ളതാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത അഴിമതിയും കൊള്ളയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ജനവിരുദ്ധമായ നയങ്ങളുമായി പോകുന്ന ഒരു ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്നു. പാവപ്പെട്ടവരും സാധാരണക്കാരുമായ ജനങ്ങളുടെ
ജീവിതം മെച്ചപ്പെടുത്താൻ ഉതകുന്ന ഒരു കർമ്മ പരിപാടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. 3 തവണയാണ് വൈദ്യുതി ചാർജ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം കഴിഞ്ഞ 4 വർഷങ്ങൾ ഉണ്ടാക്കിയത്. 7500 കോടി രൂപയാണ് കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ വൈദ്യുതി ചാർജിലൂടെ ഗവൺമെന്റ് അടിച്ചേൽപ്പിച്ചത്. ഇപ്പോഴും വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നു, ബസ് ചാർജ് വർദ്ധിപ്പിക്കുന്നു, കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കുന്നു, ഓട്ടോറിക്ഷ ബസ് ചാർജുകൾ വർദ്ധിപ്പിക്കുന്നു. സാധാരണ ജനങ്ങളുടെ ജീവിതം അനുദിനം ദുസ്സഹമാകുന്നു. മാവേലി സ്റ്റോറിൽ പോയാൽ സാധനങ്ങൾ കിട്ടാനില്ല, റേഷൻ കടയിൽ പോയാൽ സാധനങ്ങൾ കിട്ടാനില്ല. പാവപ്പെട്ട ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് ആലോചിക്കാൻ പോലും കഴിയാത്ത ഒരു ഗവൺമെന്റാണ് ഇവിടെ. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷനായി. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്, നിർവാഹക സമിതി അംഗം MK അബ്ദുൾ സലാം, DCC ഭാരവാഹികളായ നൌഷാദ് ആറ്റുപറമ്പത്ത്, K ദിലീപ് കുമാർ, VR വിജയൻ, ശോഭ സുബിൻ, സുനിൽ ലാലൂർ, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ PA ഷൗക്കത്ത് അലി, സിജോ ജോർജ്, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ VK സുശീലൻ, ആൻഡോ തൊറയൻ, ട്രഷറർ VK പ്രദീപ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ KB രാജീവ്, സുൽഫിക്കർ PS, PM സിദ്ദീഖ്, സന്തോഷ് മാസ്റ്റർ, ഷൈജു സായിറാം, സംഘാടക സമിതി കൺവീനർ KN വേണുഗോപാൽ, ട്രഷറർ ബെന്നി തട്ടിൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മുതിർന്ന കോൺഗ്രസ് അംഗങ്ങളായ ബുഹാരി, ലീലാവതി ടീച്ചർ, ദാസൻ, ജോസഫ് തേക്കാനത്ത് എന്നിവരെയും സ്വന്തം കിഡ്നി മറ്റൊരാൾക്ക് നൽകി നാടിന് മാതൃകയായ ഷൈജു സായിറാമിനെയും ആദരിച്ചു. വടനപ്പള്ളി അസീസി നഴ്സറി സ്കൂളിന്റെ ആനുവൽ ഡേ ആഘോഷിച്ചു. ഫാദർ അഡ്വക്കേറ്റ് എബിൾ ചിറമ്മേൽ ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങൾ കുട്ടികൾക്ക് നല്ലത് കൊടുക്കണം എന്നൊരു ആഗ്രഹമുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ അസീസി നഴ്സറി സ്കൂൾ സെലക്ട് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മറ്റു സ്കൂൾ മോശമാണെന്ന് വെച്ചും പറയണമെന്നില്ല കേട്ടോ. എല്ലാ സ്കൂളിനും അതിൻ്റെതായ തനിമയുണ്ട്, അതിൻ്റെതായ രീതികളൊക്കെ ഉണ്ട്. എന്നാലും നിങ്ങൾക്ക് തോന്നിയത് കൊണ്ട് നിങ്ങൾ പാരൻസ് എൻ്റെ മോൻ അല്ലെങ്കിൽ മോൾ ഇവിടെ പഠിച്ചാൽ നല്ലതാണ് അല്ലെങ്കിൽ നല്ലൊരു ഫോർമേഷൻ കിട്ടും എന്ന് തോന്നിയത് കൊണ്ട് നിങ്ങൾ ഇവിടെ ചേർത്തിരിക്കുന്നു. അപ്പം മക്കൾക്ക് നല്ലത് കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ നല്ലതിൻ്റെ ഭാഗമാകാനായിട്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുകയാണ്. അധികം നീട്ടുന്നില്ല. ഈ ഒരു സന്തോഷവേളയിലെ ഈ ഒരു പരിപാടികളൊക്കെ ഭംഗിയാക്കാനായിട്ട് ടീച്ചേഴ്സ് കുറച്ച് പേരേ ഉള്ളൂ. പക്ഷെ അവരെല്ലാവരും കട്ടയ്ക്ക് പണിയിലാണ്. നിങ്ങൾ എന്നെ ശ്രമിക്കുന്നതിലുപരി കലാപരിപാടി ഇനി ഇത്രയും പേരൊക്കെ സംസാരിക്കാനൊക്കെ ഇട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഈ ദിവസത്തിന്റെ മംഗളങ്ങളും ആശംസകളും ഏറ്റവും സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് ഈ ആനുവൽ ഡേ ഫംഗ്ഷൻ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ML സെബാസ്റ്റ്യൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മദർ സുപ്പീരിയർ സിസ്റ്റർ ട്രസി, സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ ശോഭ ജെയിംസ്, വാർഡ് മെമ്പർ സന്തോഷ് പണിക്കശ്ശേരി, RCUP സ്കൂൾ ഹെഡ് മാസ്റ്റർ ഷാജി ജോർജ്, പാരിഷ് ട്രസ്റ്റി CA സോളമൻ, കാറ്റസം പ്രിൻസിപ്പൽ ഫ്രാൻസിസ് നെല്ലിശ്ശേരി, ഗിരീഷ് മാത്തുകാട്ടിൽ, സ്റ്റെഫി ആൽവിൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കൺമഷി കൊണ്ടുവരച്ച് പിന്നെ വാർമോടിയൊക്കെ വിരിച്ച് നല്ല ചേരുള്ള പാവാടയിട്ട് വടനപ്പള്ളി പൂശാരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് വടക്ക് ദേശം കമ്മിറ്റിയുടെ കാവടി ആഘോഷം ഭക്തിസാന്ദ്രമായി. ചൊവ്വാഴ്ച രാവിലെ ശങ്കരമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും പൂക്കാവടി, പീലിക്കാവടി, നാദസ്വരം, ചിന്തുപാട്ട്, തമ്പോർമേളം, ശൂലം വരവ്, തെയ്യം, വിവിധ കലാരൂപങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെയുള്ള പാൽക്കാവടി എഴുന്നള്ളിപ്പ് നടത്തി. ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് മനോജ് പള്ളിയാന, സെക്രട്ടറി പ്രസാദ് കോൺട്രപ്പശ്ശേരി, ട്രഷറർ പ്രവീൺ ചെറിയത്ത്, വൈസ് പ്രസിഡന്റ് സുജിത്ത് പടിഞ്ഞാറ്റയിൽ, ജോയിന്റ് സെക്രട്ടറി സജിത്ത് വായ്ക്കാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാന
സംസ്ഥാന ബജറ്റിൽ അമിതമായി വർദ്ധിപ്പിച്ച ഭൂനികുതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കയ്പമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വില്ലേജ് ഓഫീസ് ധർണ നടത്തി. DCC സെക്രട്ടറി KF ഡൊമിനിക്ക ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KV അബ്ദുൾ മജീദ് അധ്യക്ഷനായി. DCC എക്സിക്യൂട്ടീവ് അംഗം മണി കാവുങ്ങൽ, നേതാക്കളായ CJ പോൾസൺ, KS സുരേഷ്, CJ ജോഷി, PS ഷാഹിർ, അനസ് അബൂബക്കർ, PT രാമചന്ദ്രൻ, ദാസൻ പനയ്ക്കൽ, നൌഷിദ മുഹമ്മദ്, KS സുഹൈൽ, TA ലാഹിർ, ഷീബ, സന്തോഷ് വടക്കേടത്ത്, PK സുകന്യ എന്നിവർ സംസാരിച്ചു. നികുതി കുറച്ചുകൊണ്ട് നികുതി തന്നെ വാങ്ങാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കർഷകർ കഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ പിണറായി സർക്കാർ കർഷകരുടെ ഭൂനികുതി കൂട്ടിക്കൊണ്ട് പാവപ്പെട്ട കർഷകരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരു വാട്സപ്പ് മെസ്സേജിലൂടെ വില്ലേജ് ഓഫീസിലേക്ക് കർഷകരെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഒരു മെസ്സേജ് അയച്ചപ്പോൾ നൂറുകണക്കിന് ആളുകൾ ഈ ധർണയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ വികസന സെമിനാർ അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രം കേരളത്തിന് അറിയിക്കുന്നത് തരാതിരിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും സാമ്പത്തികമായും നമ്മൾ വലിയ പ്രയാസത്തിലാണ്. സാമ്പത്തികമായ പ്രയാസത്തിലാകുമ്പോൾ നമ്മൾ പല ആവശ്യങ്ങളും അവഗണിക്കുകയോ വെട്ടിച്ചുരുക്കുകയോ ഒക്കെ ചെയ്യും. കേരള ഗവൺമെൻറ്റും അത് ചെയ്യാൻ നിർബന്ധിതമായ ഒരു സാഹചര്യത്തിലാണ്. പക്ഷെ നമ്മൾ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് നമ്മൾ ആ പരിമിതികളൊന്നും നമ്മൾ കണക്കാക്കില്ല. ഇത് വേണം, അത് വേണം, അങ്ങനെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ആവശ്യങ്ങൾ തരാൻ ചെയ്യാൻ പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ പദ്ധതി അവതരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നവമി പ്രസാദ്, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, ക്ഷേമകാര്യ ചെയർപേഴ്സൺ വാസന്തി തിലകൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ ശ്രീദേവി ദിനേശ്, പഞ്ചായത്ത് സെക്രട്ടറി KV സനീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഇടവേള. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി K ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വീണ്ടും വാർത്തകളിലേക്ക്. തൃപ്രയാർ റെയ്ഹാൻ ഐ ഹോസ്പിറ്റലിൽ രോഗിയുടെ കണ്ണിൽ നിന്നും 11 സെന്റിമീറ്റർ നീളമുള്ള ജീവനുള്ള വിരയെ പുറത്തെടുത്തു. കടുത്ത അസ്വസ്ഥത പ്രകടിപ്പിച്ച രോഗിയിൽ നിന്ന് റെയ്ഹാൻ കണ്ണാശുപത്രിയിലെ നേത്രരോഗ വിദഗ്ധ ഡോക്ടർ AS സുബി വിശദമായ പരിശോധനയിലൂടെയാണ് കണ്ണിൽ വിരയെ കണ്ടെത്തിയത്. ചീഫ് ഡോക്ടർ സലാഹുദ്ദീന്റെ നേതൃത്വത്തിലാണ് ഡോക്ടർ AS സുബിയാണ് വിരയെ പുറത്തെടുത്തത്. തുടർന്ന് ഇതിനെ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചു. ഡൈറോഫൈലേറിയ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ലൈവ് വേമാണ് കണ്ണിലുണ്ടായിരുന്നതെന്ന് റെയ്ഹാൻ റിസർച്ച് ലബോറട്ടറി വിഭാഗം അറിയിച്ചു. വീട്ടിൽ വളർത്തുന്ന ജീവികളിൽ നിന്നും മറ്റുമാണ് ഈ വിര കണ്ണിലെത്തുന്നത്. പൂർണ്ണമായും വേവിക്കാത്ത മാംസം കഴിക്കുന്നതിലൂടെയും മനുഷ്യരിലേക്ക് പകരാം. വളർത്തുമൃഗങ്ങൾക്ക് വാക്സിനേഷനും വൃത്തിയുള്ള ഭക്ഷണവും പരിസരവുമാണ് കാഴ്ച വരെ നഷ്ടപ്പെടുത്താൻ സാധ്യതയുള്ള ഇത്തരം വിരകളെ തടയുവാനുള്ള മാർഗമെന്ന് റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ CEOയും
നേത്ര ചികിത്സകനുമായ ഡോക്ടർ ടി.കെ. സലാഹുദ്ദീൻ അറിയിച്ചു. കയ്പമംഗലം 3 പീടിക GMLP സ്കൂളിന്റെ 115-ാം വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപിക KS സിന്ധുവിന് യാത്രയയപ്പും നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. അവതരണങ്ങൾ അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും സ്കൂളുകളിലും മറ്റുമായിട്ട് ഒരുപാട് വിഷയങ്ങൾ, മദ്യം, മയക്കുമരുന്ന്, ലഹരി, അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് കയ്പമംഗലം മുഖ്യമായിട്ടും തന്നെ. വാർഡ് മെമ്പർ ഇസഹാക്ക് പുഴങ്കരയില്ലത്ത് അധ്യക്ഷനായി. സീനിയർ അധ്യാപിക MM മമത റിപ്പോർട്ട് അവതരിപ്പിച്ചു. നാടകനടൻ ആദിത്യൻ കാതിക്കോട് മുഖ്യാതിഥിയായി. പ്രധാനാധ്യാപിക KS അനിത, SMC വൈസ് ചെയർമാൻ KK അബ്ദുൽ നാസർ, SMC അംഗങ്ങളായ മുജീബ് റഹ്മാൻ, PK ജനാർദ്ദനൻ, അശോകൻ, PTA പ്രസിഡന്റ് ഹൻസിദ, മുൻ പ്രധാന അധ്യാപിക PA ഓമന, അധ്യാപിക AA മിനി തുടങ്ങിയവർ സംസാരിച്ചു. പാഠ്യേതര വിഷയങ്ങളിൽ മികവ് തെളിയിച്ചവർക്ക് എൻഡോമെന്റ് വിതരണം ചെയ്തു. വാടാനപ്പള്ളി തൃത്തല്ലൂർ സെന്ററിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ചോവൂർ വേലായുധൻ മകൻ രവിയുടെ ഓർമ്മയ്ക്കായി സഹപ്രവർത്തകർ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ മരം നട്ടു. ഓട്ടോ ഡ്രൈവർമാരായ രാജു, ജാബിർ, നൌഷാദ്, സുനിൽ, വത്സൻ, ശോഭനൻ, പ്രവീൺ, റെജിൽ, സുരേന്ദ്രൻ, റഖിൽ, ഉദയൻ, സജീഷ് എന്നിവർ നേതൃത്വം നൽകി. മതിലകത്ത് മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിൽ ഒരാൾ പിടിയിൽ. മതിലകം പുതിയകാവ് സ്വദേശി പുഴങ്കരയിലത്ത് സിദ്ദിഖിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്കിൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി 12-ാം തീയതിയാണ് സിദ്ദിഖ് ഓരോ പവൻ വീതമുള്ള 2 മുക്കുപണ്ട വളകൾ പണയം വെച്ച് 88,000 രൂപ വാങ്ങിയത്. പണയം വെച്ച വളകളെക്കുറിച്ച് സംശയം തോന്നിയ ഉദ്യോഗസ്ഥർ വളകൾ പരിശോധിച്ചപ്പോഴാണ് മുക്കുപണ്ടമാണെന്ന് തിരിച്ചറിഞ്ഞത്. തുടർന്ന് നൽകിയ പരാതിയിലാണ് സിദ്ദിഖിനെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. സമാന രീതിയിൽ മറ്റ് ബാങ്കുകളിൽ പ്രതി മുക്കുപണ്ടങ്ങൾ പണയത്തിൽ വെച്ചിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിച്ചു വരികയാണ്. മതിലകം ഇൻസ്പെക്ടർ SHO MK ഷാജിയുടെ നേതൃത്വത്തിൽ SI രമ്യ കാർത്തികേയൻ, ASI വിനയൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വലപ്പാട് ശ്രീ കാളി ചാത്തൻ മലങ്കുറത്തി പുളിയംപുള്ളി നമ്പൂതിരി മഠത്തിൽ ബ്രഹ്മവെള്ളാട്ടും തിറമഹോത്സവവും ഫെബ്രുവരി 14, 15, 16, 17 തീയതികളിൽ ആഘോഷിക്കും. വെള്ളിയാഴ്ച ശ്രീ പുളിയംപുള്ളി നമ്പൂതിരിക്കും ദുർഗാദേവിക്കും അമൃതകുംഭ ജ്യോതി കൊളുത്തി ഉത്സവം തുടക്കം കുറിക്കും. രാവിലെ വിശേഷാൽ പൂജകൾ, ശ്രീ പുളിയംപുള്ളി നമ്പൂതിരിക്ക് കളം, തോറ്റംപാട്ട് വൈകിട്ട് 3-ന് ശ്രീ ദുർഗാ ഭഗവതിക്ക് കളം, തോറ്റംപാട്ട് 6:30-ന് ദീപാരാധന, ചുറ്റുവിളക്ക് 7 മണിക്ക് തായമ്പക. ശനിയാഴ്ച ശ്രീ കാളിദേവിക്ക് ഉത്സവം. രാവിലെ വിശേഷാൽ പൂജകൾ, 10 മണിക്ക് ശീവേലി, വൈകിട്ട് 5 ഗജവീരന്മാർ അണിനിരക്കുന്ന കൂട്ടി എഴുന്നള്ളിപ്പ്, രാത്രി 7:30-ന് നൃത്യങ്ങൾ എന്നിവ നടക്കും. ഞായറാഴ്ച ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിക്ക് ബ്രഹ്മവെള്ളാട്ടും തിറമഹോത്സവവും ആഘോഷിക്കും. രാത്രി 10-ന് പഞ്ചവാദ്യം, ചെണ്ടമേളം, നാദസ്വരം, കാവടിയാട്ടം, തിറയാട്ടം, തെയ്യം, ശിവതാണ്ഡവം, നാടൻ കലാരൂപങ്ങൾ, രാമായണ വേഷങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ് നടക്കും. മഠാധിപതി KC സുനിൽ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികനാവും. എടമുട്ടം ശ്രീനാരായണ സുദർശന സമാജം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവത്തിന് ആറാട്ടോടുകൂടി സമാപനമായി. ആറാട്ടിനായി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് എടമുട്ടം സെന്റർ വഴി കഴിമ്പ്രം ബീച്ചിൽ എത്തിച്ചേർന്നു. തുടർന്ന് ഭഗവാനെ ആറാട്ട് സ്വാഗത സംഘം ചെയർമാൻ ഭാസി പള്ളത്ത്, കൺവീനർ ശ്രേയസ് രാമചന്ദ്രൻ ഏറാട്ട്, ഖജാൻജി ഷിബു നെടിയിരിപ്പിൽ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ച് പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ ഇറക്കി പൂജ, അഭിഷേകങ്ങൾ, പറയെടുപ്പ്, തുടർന്ന് സമുദ്രത്തിൽ ആറാട്ടിന് ശേഷം വടക്കുംനാഥൻ ഫിഷിംഗ് ഗ്രൂപ്പിന്റെ വഴിപാടായ പ്രസാദവൂട്ട് നടന്നു. ആറാട്ട് കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളുമ്പോൾ വഴിപാട് പറകൾ, ദേശവാസികളുടെ സ്വീകരണങ്ങൾ എന്നിവ ഏറ്റുവാങ്ങി. വൈകിട്ട് ക്ഷേത്രസന്നിധിയിലെത്തി കൊടിയിറക്കി തൈപ്പൂയ മഹോത്സവത്തിന് സമാപനം കുറിച്ചു. ക്ഷേത്രം മേൽശാന്തി സന്ദീപ് മുഖ്യ കാർമ്മികനായി. സമാജം പ്രസിഡന്റ് സുനിൽകുമാർ അരയമ്പറമ്പിൽ, സെക്രട്ടറി സുനിൽകുമാർ അണക്കത്തിൽ, ട്രഷറർ രഞ്ജൻ എരുമത്തുരുത്തി, വൈസ് പ്രസിഡന്റ് ജിതേഷ് കാരയിൽ, ജോയിന്റ് സെക്രട്ടറിമാരായ അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ, ഷാജഹാൻ കാരയിൽ തെക്കോട്ട്, പ്രദീപ് തോട്ടുപുര, സുമേഷ് എരണേഴത്ത്, മറ്റു ഭാരവാഹികൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
6 വിദ്യാലയങ്ങളിൽ നിന്നുള്ള 261 സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സിന്റെ പാസിംഗ് ഔട്ട് പരേഡ് മതിലകത്ത് നടന്നു. HSS പനങ്ങാട്, സെന്റ് ജോസഫ് HSS മതിലകം, OLF GHS മതിലകം, MESHS പടിഞ്ഞാറ് വെമ്പല്ലൂർ, HDPSH എടതിരിഞ്ഞി, BVMHS കൽപ്പറമ്പ് എന്നീ വിദ്യാലയങ്ങളിൽ നിന്നുള്ള സീനിയർ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ അണിനിരന്ന വർണ്ണാഭമായ പാസിംഗ് ഔട്ട് പരേഡ് മതിലകം സെന്റ് ജോസഫ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. 2023-25 അധ്യയന വർഷങ്ങളിലായി പദ്ധതി പരിശീലനം പൂർത്തിയാക്കിയ 6 വിദ്യാലയങ്ങളിൽ നിന്നുള്ള 261 കേഡറ്റുകളാണ് പരേഡിൽ പങ്കെടുത്തത്. തൃശൂർ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS വിശിഷ്ടാതിഥിയായി. അദ്ദേഹം പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിച്ചു. നിങ്ങൾ നിങ്ങളുടെ കാവലാളാകണമെന്നും ലഹരിക്കെതിരെ പോരാടണമെന്നും ഇത് ലഹരിക്കെതിരെയുള്ള നിങ്ങളുടെ പോരാട്ടത്തിനുള്ള തുടക്കമാണെന്നും സ്വയം നന്നായാൽ മാത്രമാണ് സമൂഹം നന്നാക്കാൻ കഴിയുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ ജില്ലാ നോഡൽ ഓഫീസർ VA ഉല്ലാസ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. HSS പനങ്ങാട് സ്കൂളിലെ മുഹമ്മദ് ശ്യാം നയിച്ച പരേഡിൽ കൊടുങ്ങല്ലൂർ DYSP VK രാജു, മതിലകം പോലീസ് ഇൻസ്പെക്ടർ MK ഷാജി, തൃശൂർ റൂറൽ ADNO ബിജു, ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജി രതീഷ്, പൂമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS തമ്പി എന്നിവർ സന്നിഹിതരായിരുന്നു. പരേഡിൽ HSS പനങ്ങാട് സ്കൂളിന് 1ാം സമ്മാനം ലഭിച്ചു. രാവിലെ 8 മണിക്ക് ആരംഭിച്ച പരേഡ് വീക്ഷിക്കുന്നതിനായി വൻ ജനാവലി തന്നെ എത്തിച്ചേർന്നിരുന്നു. പങ്കെടുത്ത വിദ്യാലയങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. മണലൂർ സെന്റ് തെരേസാസ് UP സ്കൂളിന്റെ 120ാം വാർഷികാഘോഷം ആഘോഷിച്ചു. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. CMC നിർമ്മല പ്രൊവിൻഷ്യൽ സുപ്പീരിയർ മദർ സാലി പോൾ അധ്യക്ഷയായി. വിരമിക്കുന്ന അധ്യാപകരായ സിസ്റ്റർ ജെസി പോൾ, മേരി ടീച്ചർ, ലിസി ടീച്ചർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മണലൂർ സെന്റ് ജോസഫ് ചർച്ച് വികാരി ഫാദർ ജോജു ചിരിയങ്കണ്ടത്ത്, PTA പ്രസിഡന്റ് സിജോ മാത്യു, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PJ ബിജു, വാർഡ് മെമ്പർ ഷാനി അനിൽകുമാർ, MPTA പ്രസിഡന്റ് KP പ്രവീണ, OSA പ്രസിഡന്റ് ഡോക്ടർ ആന്റണി തോപ്പിൽ, അധ്യാപക പ്രതിനിധി സിജി ദേവസി, മീനു ടീച്ചർ, പ്രധാനാധ്യാപിക സിസ്റ്റർ വിന്നി, സ്കൂൾ ലീഡർ അർജുൻ എന്നിവർ സംസാരിച്ചു. ലോക്കൽ മാനേജർ സിസ്റ്റർ ഡെയ്സ് ലൈറ്റ് വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ നൽകി. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണ് കേരളം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. കോൺഗ്രസ് താന്യ മണ്ഡലം കമ്മിറ്റി ഓഫീസ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. മതിലകത്ത് മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിൽ ഒരാൾ പിടിയിൽ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.